പുതുക്കാട് സിഗ്നൽ മുതൽ സ്റ്റാൻഡ് വരെ പുതിയ സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഡിവൈഡർ അടച്ചത് അശാസ്ത്രീയ നടപടിയെന്ന ആരോപണം വ്യാപകം. കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാൽ ചിറ്റിലങ്ങാട് വൻമണ്ണ് ഖനനത്തിന് നീക്കം. കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ തടഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 5ാം ഉത്സവം ആഘോഷിച്ചു. ശീവേലി എഴുന്നള്ളത്തും രാത്രിയിലെ വിളക്കും ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തുന്നത് ആയിരങ്ങൾ. ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. നേർച്ച സദ്യയിൽ പങ്കെടുത്തത് 10,000-ങ്ങൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. പുതുക്കാട് സിഗ്നൽ മുതൽ സ്റ്റാൻഡ് വരെ പുതിയ സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഡിവൈഡർ അടച്ചത് അശാസ്ത്രീയ നടപടിയെന്ന ആരോപണം വ്യാപകം. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന KSRTC ബസ്സുകൾ സ്റ്റാൻഡിന് എതിർവശത്ത് ദേശീയപാതയിലാണ് നിർത്തുന്നത്. യാത്രക്കാർ ഇറങ്ങുന്നതും കയറുന്നതും ദേശീയപാതയുടെ വശം ചേർന്നാണ്. ഏറെ താമസിയാതെ ഇതും അപകടക്കെണിയായി മാറും. സ്റ്റാൻഡിന് മുന്നിലുള്ള സർവീസ് റോഡിനോട് ചേർന്ന് ബസ് ബേ, സ്റ്റാൻഡിന് എതിർവശത്ത് യാത്രക്കാർക്ക് കാത്തിരിപ്പ് കേന്ദ്രം എന്നിങ്ങനെ ആവശ്യമാണ് വ്യാപകമായി ഉയരുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ സ്ഥലത്ത് നിർമ്മാണങ്ങൾ നടത്തുന്നതിൽ തദ്ദേശീയ ഭരണകൂടങ്ങൾക്കും ജനപ്രതിനിധികൾക്കും കാര്യമായി ഇടപെടാനാവില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ കരാറിനുള്ളിൽ നിന്നുകൊണ്ടുള്ള താൽക്കാലിക പരിഹാരമാണ് ആവശ്യം. ദേശീയപാതയിൽ ആമ്പല്ലൂരിനും പുതുക്കാടിനും മധ്യേ പുതിയ നിർമ്മാണത്തിന് പകരം നിലവിലെ കരാറിലെ അനുബന്ധ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പൂർത്തിയാക്കുകയാണ് വേണ്ടത്. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് വളവിൽ നിന്ന് സിഗ്നൽ ജംഗ്ഷൻ വരെ അപൂർണമായി കിടക്കുന്ന ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിച്ച് നിലവിലെ ദേശീയപാതയുമായി ചേർക്കുകയും ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന KSRTC ബസ്സുകൾ സിഗ്നലിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് സർവീസ് റോഡിലൂടെ സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ് നിലവിൽ ഏറ്റവും പ്രായോഗികമായ മാർഗം. പുതുക്കാട് ഫ്ളൈ ഓവർ ഉടൻ ആരംഭിക്കും എന്ന കാരണം പറഞ്ഞാണ് ദേശീയപാത അധികൃതർ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിൽ മറ്റു നിർമ്മാണങ്ങൾ നടത്താത്തത്. എന്നാൽ KSRTC സ്റ്റാൻഡിന് മുന്നിൽ അപകടങ്ങൾ ആവർത്തിക്കുകയും ഇപ്പോഴത്തെ താൽക്കാലിക പരിഹാരം അശാസ്ത്രീയമെന്ന് ആരോപണം ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ നിർദ്ദേശം കൂടി പരീക്ഷിക്കാവുന്നതാണ്. TCV ന്യൂസ്, പുതുക്കാട്. തുടർച്ചയായ അപകടങ്ങളെ തുടർന്ന് പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിലെ യു-ടേൺ യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ അടച്ചതിൽ KK രാമചന്ദ്രൻ MLA പ്രതിഷേധം രേഖപ്പെടുത്തി. യാത്രക്കാർക്ക് ബസ് കയറുന്നതിനുള്ള ബദൽ സംവിധാനം ഒരുക്കാതെയാണ് ദേശീയപാത അധികൃതർ യു-ടേൺ അടച്ചത്. നിരന്തരമായ അപകടങ്ങളെ തുടർന്ന് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തുകയും ചർച്ചയുടെ തീരുമാനപ്രകാരമായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. പുതുക്കാട് മേൽപ്പാലം വരുന്നതോടെ ബസ് സ്റ്റോപ്പിന്റെ ആവശ്യകത ഉണ്ടാവുകയില്ലെന്ന് ഉയർത്തിക്കാട്ടി NHAI NOC നൽകിയില്ലെന്ന് MLA ആരോപിച്ചു. മേൽപ്പാല നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നും തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് സുഗമമായി ബസ് കയറാനാകും വിധം താൽക്കാലിക സംവിധാനം ഉണ്ടാക്കണമെന്നും MLA ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർക്ക് നൽകിയ കത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണത്തിനെതിരെ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, നേതാക്കളായ KJ ജോജു, ജെയിംസ് പറപ്പിള്ളി, ജസ്റ്റിൻ ആറ്റുപുറം തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാൻഡിന് മുൻപിലുള്ള സർവീസ് റോഡിനോട് ചേർന്ന് ബസ് ബേ നിർമ്മിക്കുക, സ്റ്റാൻഡിന് എതിർവശത്ത് യാത്രക്കാർക്ക് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുക, അപകടകരവും അശാസ്ത്രീയവുമായ ഗതാഗത പരിഷ്കരണത്തിൽ MP, MLA എന്നിവർ ഇടപെടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കടങ്ങോട് എയ്യാൽ ചിറ്റിലങ്ങാട് വൻമണ്ണ് ഖനനത്തിന് നീക്കം. കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ തടഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിൽ 14-ാം വാർഡിലെ ചിറ്റിലങ്ങാട് കുന്നിലാണ് മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. കെട്ടിട നിർമ്മാണത്തിനെന്ന വ്യാജേനെ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കരസ്ഥമാക്കി ജിയോളജി വകുപ്പിന്റെ അനുമതി നേടിയാണ് മണ്ണ് ഖനനം നടത്തുന്നതെന്നും ലക്ഷങ്ങൾ ലാഭമുണ്ടാക്കാവുന്ന മണ്ണ് കച്ചവടമാണ് ലക്ഷ്യമെന്നും നാട്ടുകാർ പറയുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ കുന്നിടിച്ച് മണ്ണെടുപ്പ് നടത്തിയിട്ടുള്ള പ്രദേശമാണ് ചിറ്റിലങ്ങാട്. എല്ലാ മഴക്കാലത്തും പ്രദേശവാസികൾ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും മണ്ണെടുപ്പ് ആരംഭിച്ചിട്ടുള്ളത്. 15 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള
കെട്ടിട നിർമ്മാണത്തിന് മണ്ണ് നീക്കം ചെയ്യുവാനാണ് അനുമതിയുള്ളത്. എന്നാൽ 35 സെന്റിലധികം വരുന്ന സ്ഥലത്ത് വൻ ഖനനം നടത്തിയ മണ്ണ് കടത്തുവാനാണ് ശ്രമമെന്നും ഭൂവുടമയ്ക്ക് പകരം മണ്ണ് മാഫിയ സംഘമാണ് ഖനനം നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഒട്ടനവധിയായിട്ടുള്ള വീടുകൾ ഇപ്പോൾ മഴയുടെ പ്രശ്നം കൊണ്ട് തന്നെ വെള്ളം വന്നിട്ട് വരുവെള്ളവും മണ്ണൊക്കെ കൂടി വന്ന് ഒലിച്ചു ചേർന്നിട്ട് വലിയ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ചും ജനുവരി ആദ്യവാരം തന്നെ നമുക്കൊരു വെള്ളം പറ്റും. കാരണം അനധികൃതമായിട്ട് ഈ ചുറ്റുവട്ടത്തെ എല്ലാ ഒരുവിധ സ്ഥലത്തൊക്കെ മണ്ണ് എടുത്തിട്ട് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് 2300 സ്ക്വയർ ഫീറ്റ് സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് 2 ലക്ഷം രൂപയോളാണ് ഇവർ പെർമിറ്റ് ഫീസായിട്ട് അടയ്ക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ ഈ വീട് വെച്ചില്ലെങ്കിൽ കൂടി, ഒരു വർഷത്തിനകം വീട് വെച്ചില്ലെങ്കിൽ കൂടി അവർക്ക് ഇതിന് 5 മടങ്ങ് തിരിച്ചടച്ചാൽ ഇതിന്റെ കേസ് അവസാനിക്കുന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് അതിൽ ഏകദേശം 60-70 ലക്ഷം രൂപ മണ്ണുണ്ടാവും ഇതിനകത്ത്. അപ്പോൾ അതിന് 10 ലക്ഷം പോയാലും അവർക്ക് മണ്ണിന്റെ ബിസിനസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പെർമിറ്റിൽ പറയുന്ന കാലാവധിക്കുള്ളിൽ മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് കെട്ടിടം പണിയണം. അല്ലെങ്കിൽ റോയൽറ്റിയായി കെട്ടിവെച്ച തുകയുടെ 5 മടങ്ങ് ഫൈനായി സർക്കാരിലേക്ക് അടയ്ക്കണമെന്നാണ് നിയമം. എന്നാൽ ഫൈൻ വരുന്ന തുകയുടെ 10 മടങ്ങ് മണ്ണ് കച്ചവടത്തിലൂടെ മാഫിയ സംഘങ്ങൾ ലാഭമുണ്ടാക്കുന്നുണ്ടെന്നും കൃത്യമായി പരിശോധനകൾക്ക് റവന്യൂ ജിയോളജി വകുപ്പുകൾ തയ്യാറാകാത്തതാണ് മണ്ണ് കൊള്ളയ്ക്ക് പ്രോത്സാഹനമുണ്ടാക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. TCV എരുമപ്പെട്ടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 5ാം ഉത്സവം ആഘോഷിച്ചു. രാവിലത്തെ ശീവേലി എഴുന്നള്ളത്തും രാത്രിയിലെ വിളക്കും ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. 8 വിളക്കിനും 8 ശീവേലിക്കും 17 ആനകൾ അണിനിരക്കും. പഞ്ചാരി മേളവും ഉണ്ടാകും. ഭഗവാന്റെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ച് നാലമ്പലത്തിന് ചുറ്റും 4 പ്രദക്ഷിണം ചെയ്തതിനു ശേഷമാണ് പഞ്ചാരി മേളത്തിന്റെ പതികാലത്തിന് കിഴക്കേ നടപ്പുരയിൽ കേളിക്കൊട്ടുയരുന്നത്. 100ഓളം കലാകാരന്മാരാണ് പഞ്ചാരി മേളത്തിൽ അണിനിരക്കുന്നത്. 1.5 മണിക്കൂർ കൊണ്ട് പഞ്ചാരിയുടെ പതികാലം കിഴക്കേ നടപ്പുരയിൽ നാദപ്രളയം തീർക്കും. തുടർന്ന് 5ാം കാലം പടിഞ്ഞാറേ നടപ്പുരയിൽ കൊട്ടിത്തീർക്കും. ശീവേലിക്കും വിളക്കിനും പഞ്ചാരി മേളത്തിന്റെ ചിട്ടവട്ടത്തിന് വ്യത്യാസമില്ല. വലിയ വിളക്ക് ദിവസമാണ് പഞ്ചാരി മേളം അവസാനിക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രോത്സവ നാളുകളിൽ അരങ്ങേറുന്ന പ്രധാന ക്ഷേത്രകലകളിൽ ഒന്നാണ് പാടകം. നാരായണൻ നമ്പ്യാരാണ് വർഷങ്ങളായി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പാടകം അവതരിപ്പിക്കുന്നത്. 1ാം ഉത്സവം മുതൽ പള്ളിവേട്ട വരെയുള്ള ദിവസങ്ങളിലാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പാടകം അരങ്ങേറുന്നത്. വളരെ ലളിതമായ രംഗസജ്ജീകരണമാണ് പാടകത്തിന്റേത്. കത്തിച്ചുവെച്ച ഒരു നിലവിളക്ക് മുന്നിൽ നിന്ന് കാര്യമായ വേഷവിധാനങ്ങളൊന്നുമില്ലാതെ ചുവന്ന പട്ടുകൊണ്ട് തലയിൽ ഒരു കെട്ട്, ശരീരത്തിൽ ഭസ്മക്കുറി, മാലകൾ, നെറ്റിയിൽ കുങ്കുമപ്പൊട്ട് എന്നിവ ചാർത്തി ഒരാൾ മാത്രമാണ് പാടകം അവതരിപ്പിക്കുന്നത്. പാടകം അവതരിപ്പിക്കുന്ന ആൾ വാഗ്മിയും നർമ്മബോധമുള്ള ആളുമായിരിക്കണമെന്ന നിർബന്ധം ഈ ക്ഷേത്രകലയ്ക്കുണ്ട്. കൂത്തിന്റെ അവതരണ രീതിയുമായി സാദൃശ്യം തോന്നുമെങ്കിലും പരിഹാസ പ്രയോഗങ്ങൾ ഒട്ടും പാടില്ല എന്ന നിബന്ധന പാടകത്തിലുണ്ട്. വാദ്യപ്രയോഗങ്ങളോ മറ്റ് അനുഷ്ഠാന കർമ്മങ്ങളോ ഇല്ല. പാടകം എന്ന കലാരൂപം ഉത്ഭവിച്ചത് ചാക്യാർകൂത്തിൽ നിന്നാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. TCV ഇരിങ്ങാലക്കുട. ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നേർച്ച ഭക്ഷണത്തിന്റെ ആശീർവാദം ബിഷപ്പ് നിർവഹിച്ചു. ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകി. തിരുനാൾ ആഘോഷങ്ങൾക്ക് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കുട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ, സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി, ബീനൻ താണിപ്പിള്ളി, ആൽബി പടമാട്ടുമൽ, അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി. 1,00,000 പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കിയിരുന്നത്. യുവതിയെ കയറിപ്പിടിച്ച പൂജാരിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടക സ്വദേശി പ്രതീക് മെഹണ്ടലയാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി പൊക്കുളങ്ങര ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന യുവതിയെ കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയ കേസിലാണ് അറസ്റ്റ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജു, സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന കലാസന്ധ്യകൾക്ക് തുടക്കമായി. പാവറട്ടി തീർത്ഥ കേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു.
അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റി ഒ ജെ ഷാജൻ, കലാസന്ധ്യ കമ്മിറ്റി കൺവീനർ സി എ സണ്ണി, വടക്കുഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ബൈജു ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വടക്കുഭാഗം തിരുനാൾ ആഘോഷ കമ്മിറ്റി ഒരുക്കിയ സംഗീത പരിപാടി അരങ്ങേറി. വാഴക്കോട് HP പമ്പിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ടിപ്പർ ലോറിയും ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനും കാറുമാണ് കൂട്ടിയിടിച്ചത്. ഹൈവേ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വിവിധയിടങ്ങളിൽ വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലും എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്തുമാണ് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR നിഖിൽ, MS നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ KS അനിൽകുമാർ, ഷിനി സതീഷ്, PS ഷമീർ, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ശീതൽ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. KP വത്സലൻ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 18ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ചാവക്കാട് നഗരസഭാ ഗ്രൌണ്ടിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അബ്ബാസ് മാലിക്കുളം അധ്യക്ഷത വഹിച്ചു. KP വത്സലൻ സ്പോർട്സ് അക്കാദമി ചെയർമാൻ NK അക്ബർ MLA പതാക ഉയർത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, TM ബാബുരാജ്, KV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശിക ടീമുകളുടെ വിചാര കോഴിക്കുളങ്ങരയും ഓഫ് റോഡ് ബ്ലാങ്ങാടും ഏറ്റുമുട്ടി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഓഫ് റോഡ് ബ്ലാങ്ങാട് ജേതാക്കളായി. അഖില കേരള ടീമുകളായ യുണൈറ്റഡ് FC പാലക്കാട്, റിബൽസ് FC എടപ്പാൾ എന്നീ ടീമുകൾ ഉദ്ഘാടനം മത്സരത്തിൽ ഏറ്റുമുട്ടി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ യുണൈറ്റഡ് FC പാലക്കാട് ജേതാക്കളായി. മാള പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ടയർ കടയിൽ നിന്നും മരപ്പട്ടിയെ പിടികൂടി. കടയുടമ ബ്രൈറ്റ് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് കടയുടെ പുറത്ത് പൈപ്പിനുള്ളിൽ തലയിട്ട നിലയിൽ മരപ്പട്ടിയെ കണ്ടത്. ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ ബിബീഷ് സ്ഥലത്തെത്തി മരപ്പട്ടിയെ പിടികൂടി. കല്ലേറ്റുംകരയിലെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോട് 3.5 പതിറ്റാണ്ടായി അധികൃതർ തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് റെയിൽവേ സ്റ്റേഷൻ വികസന സമരം 60 ദിവസം പൂർത്തിയായി. റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ കല്ലേറ്റുംകരയിലെ റെയിൽവേ മേൽപ്പാലത്തിന് മുന്നിൽ സർവജന സമരമുന്നണി രൂപീകരണ പ്രഖ്യാപന പൊതുസമ്മേളനം നടത്തി. രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് KF ജോസ് അധ്യക്ഷനായി. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മുഖ്യ സംഘാടകൻ വർഗീസ് തൊടുപറമ്പിൽ, സോമൻ ചിറ്റേത്ത്, സോമൻ ശാരദാലയം, ഡോക്ടർ മാർട്ടിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചു വർക്ക്ഷോപ്പിൽ സ്വന്തമായി യന്ത്രസാമഗ്രികൾ തയ്യാറാക്കൽ, മികച്ച രീതിയിൽ കാർഷിക വിളകളുടെ പരിപാലനം, യന്ത്രങ്ങളുടെ സാങ്കേതിക വിദ്യകളും കാർഷിക മേഖലയും ഒരുപോലെ വഴങ്ങും മേലൂരിലെ തെക്കൻ ഫ്രാൻസിസ് ജോണിന്. ക്ഷീരോത്പാദക സംഘങ്ങളിലെ പാൽ ശേഖരണത്തിൽ മനുഷ്യപ്രയത്നം ഗണ്യമായി കുറയ്ക്കുന്ന യന്ത്രമാണ് ഫ്രാൻസിസിന്റെ മേലൂർ കാലടിയിലെ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത്. മേലൂർ സംഘത്തിന്റെ ആവശ്യപ്രകാരം നിർമ്മിച്ചു നൽകിയ മെഷീൻ പ്രവർത്തനം തുടങ്ങി. ക്യാൻ ടാപ്പിംഗ് എക്യുപ്മെന്റ് സിസ്റ്റം എന്ന് ഇതിന് പേരിട്ടു. 1 HP മോട്ടോർ, പാനൽ ബോർഡ്, ഗിയർ ബോക്സ് എന്നിവയാണ് പുതിയ യന്ത്രത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. കാറ്ററിംഗ് കാർക്കുള്ള സവാള കട്ടിംഗ് മെഷീൻ, വിവിധ യന്ത്രങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കൽ എന്നിവയൊക്കെ ഈ 62കാരന് വഴങ്ങും. ഫുൾ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സപ്പോർട്ടോടുകൂടി ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ കേടുപാടുകൾ വരാനുള്ള സാഹചര്യം കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കിയത്. അവർ 100-150 കുറ്റിയൊക്കെ ഒരു ദിവസം ഉണ്ടാവും. അപ്പോൾ അവർക്ക് കായികാധ്വാനം ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഒരാൾ ലീവായി കഴിഞ്ഞാൽ 2 ആൾ വേണം കുറ്റി മറിക്കാൻ. അപ്പോൾ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ അപ്പോൾ പുറത്തുനിന്ന് ആളെ വിളിക്കണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കാൻ പറഞ്ഞത്. കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് മുഴുവൻ ഫലം പറയാൻ പറ്റുള്ളൂ. 4 പതിറ്റാണ്ട് മുൻപ് കുറച്ചുകാലം ടർണർ ജോലി പഠിച്ചു.
പിന്നീടെല്ലാം സ്വയം ചെയ്യാൻ തുടങ്ങി. പിന്നീട് വാങ്ങിയ 2 ടില്ലറുകളുടെ ഗിയർ ബോക്സ് അഴിക്കലടക്കം എല്ലാ ജോലികളും സ്വന്തമായി ചെയ്തു. തുടർന്ന് കൃഷിയിലേക്ക് തിരിഞ്ഞു. എല്ലാ വിളകളും പൊന്നുപോലെ വിളയിച്ചെടുക്കുന്നതിൽ ഇയാളുടെ പാടവം ഒന്ന് വേറെ തന്നെയാണ്. 4 നൂറ്റാണ്ടോളം കൃഷിയിടത്തിൽ മല്ലടിച്ചു. വീണ്ടും എഞ്ചിനീയറിംഗ് രംഗത്തേക്ക്. ഒപ്പം കൃഷിയും തുടരുന്നു. കൃഷിരീതികളുടെ ശാസ്ത്രീയ അടിത്തറ ആഴത്തിൽ പറഞ്ഞുതരും 10ാം ക്ലാസ് മാത്രം പഠിച്ച ഫ്രാൻസിസ്. TCV ന്യൂസ്, ചാലക്കുടി. ഒല്ലൂർ വൈലോപ്പിള്ളി സ്മാരക ഗവൺമെന്റ് VHSS സ്കൂളിൽ മഹാകവി വൈലോപ്പിള്ളിയെ 115ാം ജന്മദിനത്തോടനുബന്ധിച്ച് അനുസ്മരിച്ചു. അനുസ്മരണ യോഗം റിട്ടയർഡ് ജസ്റ്റിസ് ഡോക്ടർ PN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളിൻ പെരിഞ്ചേരി മുഖ്യാതിഥിയായിരുന്നു. സീനിയർ അസിസ്റ്റന്റ് സുനിത PV അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ VA വർഗീസ്, പ്രിൻസിപ്പൽ ബിനി KV, ഉഷ ആന്റണി, CS അഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ 14, 15, 16 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 14-ന് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. 15-ന് വൈകിട്ട് ആന എഴുന്നള്ളിപ്പോടുകൂടി അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിലെത്തിച്ചേരും. തുടർന്ന് പ്രസിദ്ധമായ കൂട് തുറക്കൽ ചടങ്ങും പ്രദക്ഷിണവും നടക്കും. രാത്രിയിൽ പുണ്യാളന്റെ തിരുമുടി എഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികത വഹിക്കും. ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തുങ്കൽ സന്ദേശം നൽകും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. 23-ന് 8-ാം ഇടവും ഊട്ടുതിരുനാളും ആഘോഷിക്കും. വികാരി ഫാദർ റാഫേൽ പന്നിക്കാരൻ, സഹവികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി, ജനറൽ കൺവീനർ സൈമൺ ജോൺ പുതുപ്പള്ളിപ്പറമ്പിൽ, സെക്രട്ടറി റെജിൻ പാലത്തിങ്കൽ, ട്രസ്റ്റി ജോസ് തട്ട്ല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടിയിൽ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന ലോട്ടറി വിൽപ്പനക്കാരന്റെ അപകട മരണത്തിനിടയാക്കിയ കാർ ഡ്രൈവറെ 1 മാസത്തിനു ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റത്തൂർ 3 മുറി ചൂളക്കൽ വീട്ടിൽ അമൽദേവിനെയാണ് ചാലക്കുടി SHO MK സജീവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 14-ന് രാത്രി സെന്റ് ജെയിംസ് ആശുപത്രി റോഡിലുണ്ടായ അപകടത്തിൽ കൂടപ്പുഴ പടിയൂക്കാരൻ വീട്ടിൽ 68 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. സൈക്കിൾ ഉന്തിപ്പോവുകയായിരുന്ന ജോണിയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കാർ നിർത്താതെ പോകുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന മറ്റു യുവാക്കളെ പോലീസ് അടുത്ത ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്തെങ്കിലും അമൽദേവ് മാത്രം ഒളിവിൽ പോയി. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ശ്രീനാരായണപുരം ശാന്തിപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. സിവിൽ എഞ്ചിനീയറായിരുന്ന കാട്ടകത്ത് ചെറുളിപ്പറമ്പിൽ 68 വയസ്സുള്ള ജാഫറാണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ട്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തൃശൂർ ജില്ലാ വനിതാ കൺവെൻഷൻ NGO യൂണിയൻ ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ KS സരള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KP സെലീന അധ്യക്ഷത വഹിച്ചു. AIDWAI വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ, ജില്ലാ വനിതാ കൺവീനർ KK സഫിയ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ, ജോയിന്റ് കൺവീനർ കൈരളി തിലകൻ, സതീദേവി എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പുത്തൻകടപ്പുറം EMS നഗറിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഹനീഫ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TA അബൂബക്കർ, ബ്രാഞ്ച് സെക്രട്ടറി തയ്യിൽ മുസ്തഫ, യൂണിയൻ EMS നഗർ യൂണിറ്റ് സെക്രട്ടറി CM നൌഷാദ്, സാഹു കൂരാറ്റിൽ എന്നിവർ സംസാരിച്ചു. എപ്പോഴാണെന്നറിയോ ഈ കുട്ടികള് എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി യൂണിറ്റ് പ്രസിഡന്റ് MV ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജോയ് മൂത്തേടൻ, ബിജു ആൽഫ, ഫസലു റഹീം, MK ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന രാത്രി കാവടിയാട്ടത്തിനിടെ ഉണ്ടായ സംഘട്ടനവുമായി ബന്ധപ്പെട്ട് 5 യുവാക്കളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂട്ടാലപ്പറമ്പ് സ്വദേശി കൊട്ടുക്കൽ വീട്ടിൽ ആദിത്യ കൃഷ്ണ, ചന്ദ്രാപിന്നി സ്വദേശികളായ മുക്കാപ്പള്ളി വീട്ടിൽ വിഷ്ണു, മുക്കാപ്പള്ളി വീട്ടിൽ വൈഷ്ണവ്, ചാലിവള്ളി വീട്ടിൽ അതുൽ, അന്തിക്കാട് ചെമ്മാപ്പള്ളി സ്വദേശി മണിയങ്കാട്ടിൽ വീട്ടിൽ പാർത്ഥിവ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഹൈസ്കൂൾ കാവടി സംഘത്തിന്റെ കമ്മിറ്റിയിലെ ഖജാൻജിയായ ചന്ദ്രാപിന്നി കൂട്ടാലപ്പറമ്പ് സ്വദേശി
മലയാറ്റിൽ വീട്ടിൽ ഋഷികേശിനെയും സുഹൃത്തിനെയും അച്ഛനെയും മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ഷർട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച വാളെടുത്ത് വീശിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ T അഭിലാഷ്, വിൻസെന്റ്, ഹരിഹരൻ തുടങ്ങിയവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. അന്തിക്കാട്ടെ രാഷ്ട്രീയ കലാസാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയ വ്യക്തിത്വമായിരുന്ന PK കുഞ്ഞിക്കയുടെ 4ാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. അന്തിക്കാട് കല്ലിടവഴിയിലെ സ്മാരക പരിസരത്ത് CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. AK അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. CPM നേതാക്കളായ AV ശ്രീവത്സൻ, KV രാജേഷ്, KR രബീഷ്, TG ദിലീപ് കുമാർ, MM ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന വേനലവധിക്കാല ക്യാമ്പിന് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഗാനരചയിതാവ് VK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, A സായിനാഥൻ, കൌൺസിലർ KP ഉദയൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പ് വ്യാഴാഴ്ച സമാപിക്കും. കൊടുങ്ങല്ലൂരിൽ വിവാഹ വിരുന്നിനിടെ കസേരകൾ തട്ടിത്തെറിപ്പിച്ചത് ചോദ്യം ചെയ്ത യുവാക്കളെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേർ കീഴടങ്ങി. എറിയാട് സ്വദേശികളായ പഴുവൻതുരുത്തി വീട്ടിൽ ഫഹദ്, കൊത്തേഴത്ത് വീട്ടിൽ ഷിഹാബ് എന്നിവരാണ് കൊടുങ്ങല്ലൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. ഈ കേസിൽ പ്രതികളായ 5 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 8,765 രൂപ, പവന് 70,120 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,365 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സിഗ്നൽ മുതൽ സ്റ്റാൻഡ് വരെ പുതിയ സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഡിവൈഡർ അടച്ചത് അശാസ്ത്രീയ നടപടിയെന്ന ആരോപണം വ്യാപകം. കടങ്ങോട് പഞ്ചായത്തിലെ എയ്യാൽ ചിറ്റിലങ്ങാട് വൻമണ്ണ് ഖനനത്തിന് നീക്കം. കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ തടഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ 5ാം ഉത്സവം ആഘോഷിച്ചു. ശീവേലി എഴുന്നള്ളത്തും രാത്രിയിലെ വിളക്കും ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തുന്നത് ആയിരങ്ങൾ. ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. നേർച്ച സദ്യയിൽ പങ്കെടുത്തത് 10,000. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.